അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ നടക്കുന്ന 7ാം ക്ലാസ്സിലെ ദുറൂസ് മോഡൽ ചോദ്യപേപ്പറാണ്. അതിന്റെ ഉത്തരങ്ങളും ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നന്നായിട്ട് കേൾക്കുക, മനസ്സിലാക്കാം. 1. യോജിച്ചവ ചേർക്കാം. 1. സെറ്റുകളിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ചവർ സഹാബികൾ. 3. ഖുർആനിന്റെ വിശദീകരണമാണ് നബിചര്യ. 4. കേരള മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ശാഫിഈ മദ്ഹബുകാരാണ്. 5. വിശ്വാസപരമായ 2 ത്വരീഖത്തുകൾ, അശ്അരി, മാതുരിദി. 2. വ്യക്തമാക്കാം. 1. അഹ്ലു സുന്നത്തി വൽ ജമാഅ കർമ്മശാസ്ത്രത്തിലെ 4ൽ ഒരു മദ്ഹബും വിശ്വാസപരമായുള്ള 2ൽ ത്വരീഖത്തും പിൻപറ്റുന്നവർ. 2. നബിമാർ. അല്ലാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ. 3. സിദ്ദീഖുകൾ. പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിന്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് സിദ്ദീഖുകൾ. 4. ശുഹദാക്കൾ. സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ. 5. സ്വാലിഹുകൾ. കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ. 3. 2 വീതം എഴുതുക. ഖുർആനിനെ വന്ദിക്കുന്ന രൂപങ്ങൾ. 1. ഉയർന്ന സ്ഥലത്ത് വെക്കുക. അതിനു മുകളിൽ മറ്റൊന്നും വെക്കാതിരിക്കുക. പാരായണം ചെയ്യുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി 2. പള്ളിയെ ആദരിക്കുന്നതിൽ പെട്ടത് പള്ളിയിൽ കാണുന്ന മാലിന്യങ്ങൾ നീക്കുക. ഭൗതിക സംസാരം ഒഴിവാക്കുക. ശബ്ദം താഴ്ത്തി സംസാരിക്കുക. 3. ഈമാനിന്റെ മാധുര്യം എത്തിക്കുന്ന 3 കാര്യങ്ങൾ. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിക്കുക. 2. അള്ളാഹുവിനെ വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക. 3. അവനെ തീയിൽ എറിയപ്പെടുന്നത് എത്ര വെറുക്കുന്നുവോ അതിനേക്കാൾ കാഫിറായി പോകുന്നതിനെ വെറുക്കുക. 4. 2 കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ബാക്കി വെച്ചാണ് ഞാൻ പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ. 1. അള്ളാഹുവിന്റെ കിതാബ്. 2. നബിചര്യ. 4. പൂർത്തിയാക്കാം. 1. ആദരിക്കപ്പെടേണ്ടവയിൽ ഏറെ പ്രധാനമായതാണ് വിശുദ്ധ ഖുർആൻ. 2. ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി നാം പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. 3. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഒന്നും സൃഷ്ടിയല്ല, ആദ്യമേ ഉള്ളവയാണ്. 4. അള്ളാഹുവിന്റെ ദീനിന്റെ ശആയിറുകളെ ആദരിക്കൽ കൽബുകളുടെ തെക്കുവയിൽപ്പെട്ടതാണ്. 5. സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ പറയണം റളിയല്ലാഹു അൻഹു. 5. ഉത്തരം എഴുതാം. 1. ദീൻ മനസ്സിലാക്കേണ്ടത് ഏത് രൂപത്തിലാണ്? സജ്ജരിതരായ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെയാണ് ദീന് മനസ്സിലാക്കേണ്ടത്. 2. ഭക്ഷണം കഴിഞ്ഞാൽ ചെയ്യേണ്ട നബിചര്യയിൽപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം? വിരലുകൾ ഉമ്പലും പാത്രം തുടച്ച് കഴിക്കലും താഴെ വീണ ഭക്ഷണം എടുത്ത് അഴിക്ക് നീക്കി കഴിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്. 3. ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? ഖദ്ദസല്ലാഹു സിറഉൽ അസീസ്. 4. ഈമാൻ ശരിയാവാനുള്ള നിബന്ധനകളിൽ പെട്ടതാണ് അത് ഏതെല്ലാം? അല്ലാഹു തആല ബഹുമാനിച്ച വ്യക്തികള്, സ്ഥലങ്ങള്, വസ്തുക്കള്, സമയങ്ങള് മുതലായവയെല്ലാം ബഹുമാനിക്കൽ ഈമാൻ ശരിയാവാനുള്ള നിബന്ധനകളിൽ പെട്ടതാണ്. ഈ മോഡലിലാണ് നാളെ പരീക്ഷ ഉണ്ടാവുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അല്ലാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.